ആറ്റിങ്ങലിലെ നവകേരള സദസ്സിൽ കോൺഗ്രസ് ജില്ലാ നേതാവും പങ്കെടുക്കും. തിരുവനന്തപുരം DC അംഗം MS ബിനുവാണ് പ്രഭാത യോഗത്തിൽ പങ്കെടുക്കുന്നത്. നെടുമങ്ങാട് നഗരസഭാ കൗൺസിലർ കൂടിയാണ് MS ബിനു. ഷെഫീദ് റാവുത്തർ ആറ്റിങ്ങലിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ആറ്റിങ്ങിൽ നടക്കുന്ന പ്രഭാത യോഗത്തിൽ തിരുവനന്തപുരത്ത് ഒരു DCC അംഗം പങ്കെടുക്കുകയാണ്. നമുക്കറിയാം ഈ കോൺഗ്രസ് ഈ പരിപാടി ബഹിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും വികസനകാര്യമടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തി പല ജനപ്രതിനിധികൾ പങ്കെടുക്കും. ചേട്ടാ, എന്ത് സാഹചര്യത്തിലാണ് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ തീരുമാനം? എൻ്റെ ഡിവിഷനിലെ ഒരു കുട്ടിയുടെ സർജറി ഏകദേശം 50 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്നുണ്ട്. അത് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തണം. എത്രയും പെട്ടെന്ന് ആ കുട്ടിക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. മറ്റൊന്ന്, നെടുമങ്ങാട് ആദ്യ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള 4 വരി പാത അതൊന്ന് വേഗത്തിൽ പൂർത്തീകരിക്കണം. മുഖ്യമന്ത്രിയുടെ തദ്ദേശ ഫണ്ട് വീണ്ടും പുനഃസ്ഥാപിക്കണം. ഇങ്ങനെ 1-2 കാര്യങ്ങൾ ജനകീയ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെടുത്തണം. ഈ താങ്കൾ അഡ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ താങ്കൾ ഇപ്പോൾ ജനപ്രതിനിധിയായിരിക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടി പരിപാടി അപ്പാടെ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അല്ല, ജനപ്രതിനിധി നിലയിൽ നമുക്ക് കിട്ടുന്ന വേദി ഇത്തരം വേദികളാണ്. നമ്മുടെ ജനങ്ങളുടെ ആവശ്യം വന്ന് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റുന്ന വേദി ഇങ്ങനെ ഒരു വേദിയാണ്. അതുകൊണ്ട് ഞാൻ അത് പങ്കെടുക്കുന്നു. ഈ വടക്കോട്ട് പലയിടത്തും നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഭയക്കുന്നുണ്ടോ? അല്ല, നടപടി എടുക്കാൻ ഒരു സാഹചര്യമില്ലല്ലോ. നമ്മൾ ജനത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണല്ലോ ജനപ്രതിനിധി ആയത്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്ന വേദി ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ. നവകേരള സദസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇത്തരം വേദികൾ ഏറ്റവും നന്നായി ജനകീയമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അത് ജനങ്ങൾ നേരിട്ട് പറയുന്നു. ജനങ്ങളുടെ ആവശ്യങ്ങൾ പരമാവധി നിറവേറ്റാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല പരിപാടിയാണ്. ഏതായാലും MS ബിനുവാണ് നമ്മളോടൊപ്പം ചേർന്നത്. അദ്ദേഹം തിരുവനന്തപുരം DCC അംഗമാണ്. അദ്ദേഹമാണ് ആറ്റിങ്ങലിൽ നടക്കുന്ന പ്രഭാത യോഗത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം പങ്കെടുക്കുന്നത്. ക്യാമറമാൻ VS മനീഷിനും യദുവിനുമൊപ്പം ഷെഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.